ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊത്തമര കൃഷിയാണ് കേട്ടോ. കൊത്തമര എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാമ്പാർ കഷ്ണങ്ങളിലൊക്കെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബീൻസ് പോലത്തെ പയർ കിട്ടില്ലേ, അതാണ് കേട്ടോ കൊത്തമര. ഒത്തിരി പേർക്ക് അറിയായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കൊത്തമരയുടെ തൈകളാണിത്. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് കേട്ടോ കൊത്തമര നന്നായിട്ട് ഉണ്ടാകുന്ന സമയം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പൊക്കൽ നഴ്സറിയിൽ കാർഷിക നഴ്സറി പോയ സമയത്ത് അവിടെ വലിയ തൈകളിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൊത്തമര കൃഷി ചെയ്യണത് കേട്ടോ. കൊത്തമര ഈ സമയത്താണ് നല്ല രീതിയിൽ ഉണ്ടാകുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, കായ്കളായി തുടങ്ങി, പൂക്കൾ പോയിട്ട് കായ്കളായ തൈകൾ. അപ്പോൾ ഇപ്പോൾ ഇത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ തൈകൾ നോക്കി 2 വാങ്ങിച്ചിട്ടുണ്ട്. ഒരു തൈക്ക് 10 രൂപ വെച്ചിട്ടായിരുന്നേ. അപ്പോൾ നമ്മൾ 2 നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിത്തും കിട്ടും, അത്യാവശ്യം നമുക്ക് പറിച്ചെടുക്കാനുള്ള പയറും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നട്ടു കൊടുക്കാം. ഇതേ നമ്മൾ കൊത്തമര നടാനായിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചിന്തേർ പൊടിയുടെ കമ്പോസ്റ്റ് ഇത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടിയും മിക്സ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് സാധാരണ കരിയിലയാണ് ഇടാറ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ പഴയ ബെഡ് ഉണ്ടല്ലോ, സ്പോഞ്ചിൻ്റെ ബെഡിൻ്റെ എല്ലാ ബെഡുകൾക്കും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു പഴയ ബെഡ് കിടന്നത് ഞാൻ കളയാൻ വേണ്ടി എടുത്തിട്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കവർ കീറി കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് സ്പോഞ്ചും ഒരു സൈഡ് ചകിരിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് എന്തുകൊണ്ട് പച്ചക്കറിക്ക് ഉപയോഗിച്ചുകൂടാന്ന്, പച്ചക്കറി നടാനായിട്ട്. നമുക്കിതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഞാനിത് വെക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോവുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം ഈ പോട്ടി മിക്സ് നമ്മൾ ഈ കൃഷി കഴിയുമ്പോഴത്തേനും ഇത് മണ്ണിനോട് എന്തായാലും ദ്രവിച്ച് ചേരുള്ളൂ, ചകിരിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാണ് എടുത്തേക്കണത്. അപ്പോൾ നല്ലോണം ഇത് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ബെഡ് കീറി കഴിഞ്ഞപ്പോൾ ഒരു 2 ചാക്കോളം നമുക്ക് ചകിരി കിട്ടിയിട്ടോ, ഇതുപോലത്തെ ചകിരി. എനിക്ക് തോന്നിയത് നല്ലതായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ അതാണ് ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് എടുത്തേക്കണത്. അതിനുശേഷം നമ്മൾ ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുകയാണ്. നല്ല ഇളക്കമുള്ള മണ്ണിലോട്ടാണ് കേട്ടോ നടന്നത്. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ സീസൺ ആയതുകൊണ്ട് നമ്മുടെ കൊത്തമര നടേണ്ട സമയമാണല്ലോ, പറിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നല്ല പോട്ടി മിക്സ് ആക്കി കൊടുത്താലാണ് പെട്ടെന്ന് നമുക്ക് വിളവ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഇളക്കമുള്ള മണ്ണും നല്ലോണം നമ്മൾ വളമിട്ട് കൊടുത്ത പോട്ടി മിക്സാണ് കേട്ടോ. അപ്പോൾ അത് നിറച്ചു കൊടുക്കും. അപ്പോൾ അതേ നമുക്ക് ഈ കവറൊന്ന് കീറി കൊടുക്കാം കേട്ടോ. കീറി കൊടുത്തിട്ട് ഇതിൻ്റെ വേരൊന്നും പോവാത്ത രീതിയിൽ നമുക്കിതൊന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത്രയും വലിയ തൈ ആയതുകൊണ്ടാണെന്ന് നല്ല രീതിയിൽ വേരൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ കൊത്തമര നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൊത്തമര കൃഷി ചെയ്യുന്നത്. നമ്മൾ ചതുരപ്പയർ, അതേപോലെ ചതുരപ്പയറൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അമരപ്പയർ, കൊത്തമര, ചതുരപ്പയറൊക്കെ നമുക്ക് ഈ സമയത്താണ് ഉണ്ടാവുന്നതാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളൊരു കഴിഞ്ഞ മാസമൊക്കെ വിത്ത് പാകി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് നല്ലോണം വിളവ് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും വലിയ തൈ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച് നട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തോരം വിളവ് കിട്ടും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സമയം കഴിഞ്ഞു ഇല്ലയോ എന്നൊക്കെ ഉള്ളൊന്ന് കമൻറ്റ് ചെയ്യണേ. അവർ നഴ്സറിയിൽ ഉള്ളവർ പറഞ്ഞത് ഇത്രയും വലിയ തൈ ആകുമ്പോൾ നമുക്ക് വിളവ് കിട്ടും എന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്